ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ഇംഗ്ലീഷ്. നമ്മളിപ്പോൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. പാസ്റ്റ് ടെൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ: സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇന്ന് നമുക്ക് പാസ്റ്റ് ടെൻസിലെ സെക്കൻഡ് ക്ലാസിഫിക്കേഷനായ പാസ്റ്റ് കണ്ടിന്യൂസിനെ കുറിച്ച് പഠിക്കാം. കണ്ടിന്യൂസ് എന്നാൽ തുടർച്ചയായ ഒരു ആക്ഷനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രസൻറ്റ് ടെൻസിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് എന്നാൽ ചെയ്യുകയാണ് എന്നാണ്, അല്ലേ? ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയാണ്, തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ആം റീഡിങ്, ഞാൻ വായിക്കുകയാണ്. ഷീ ഈസ് റൈറ്റിംഗ്, അവൾ എഴുതുകയാണ്. ദേ ആർ സ്റ്റഡിയിങ്, അവർ പഠിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പ്രസൻറ്റിൽ, അതായത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. പാസ്റ്റ് കണ്ടിന്യൂസ് എന്നാൽ പാസ്റ്റിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നു എന്നാണ്. ഫോർ എക്സാമ്പിൾ, എഴുതുകയായിരുന്നു, വായിക്കുകയായിരുന്നു, പാടുകയായിരുന്നു, ഉറങ്ങുകയായിരുന്നു, സംസാരിക്കുകയായിരുന്നു. അപ്പോൾ ഇതെല്ലാം പാസ്റ്റിൽ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻസ് ആണല്ലേ. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ യൂസേജസ് ഒന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ വിച്ച് വാസ് ഗോയിങ് ഓൺ സം ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ പാസ്റ്റിൽ തുടർച്ചയായി ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നു എന്ന് പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, മൈ ബ്രദർ വാസ് വാച്ചിങ് ദ മാച്ച്. എൻ്റെ ബ്രദർ മാച്ച് കാണുകയായിരുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ പാസ്റ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ആക്ഷൻ പറയാൻ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ്, ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ആൻ അൺഫിനിഷ്ഡ് ആക്ഷൻ വാസ് ഇൻ്ററപ്റ്റഡ് ബൈ അനദർ ആക്ഷൻ. അതായത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ തന്നെ വേറൊരു ആക്ഷൻ അതിനെ ബ്രേക്ക് ചെയ്തു. അത് ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഷീ വാസ് കുക്കിംഗ് വെൻ ദ ഫോൺ റാങ്. അപ്പോൾ ഇവിടുത്തെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആക്ഷൻ ഏതാണ്? ഷീ വാസ് കുക്കിംഗ്, അവൾ കുക്ക് ചെയ്യുകയായിരുന്നു, അല്ലേ? അപ്പോൾ അവിടെ ആ ഒരു ആക്ഷനെ ബ്രേക്ക് ചെയ്തത് ഏതാണ്? ഇൻറ്ററപ്റ്റ് ചെയ്തത് ഏതൊരു ആക്ഷനാണ്? വെൻ ദ ഫോൺ റാങ്. അപ്പം ഫോൺ ബെല്ലടിച്ചപ്പോൾ അവൾ എന്താണ്? കുക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ കുക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു ആക്ഷൻ അവിടെ കംപ്ലീറ്റഡ് ആണോ? ഇല്ല. ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ആക്ഷൻ ആയിരുന്നു. പക്ഷേ എന്താണ്? ഫോൺ ബെല്ലടിച്ചപ്പോൾ ആ ഒരു ആക്ഷൻ അവിടെ എന്താണ്? നിർത്തി. വൺ മോർ എക്സാമ്പിൾ, വെൻ ദ ടീച്ചർ കെയിം ദേ വർ പ്ലേയിങ്. അതായത് ടീച്ചർ വന്നപ്പോൾ അവർ കളിക്കുകയായിരുന്നു. ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് നടന്ന ആക്ഷൻ ഏതാണ്? ദേ വർ പ്ലേയിങ്, അവർ കളിക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു ആക്ഷനെ ഇൻ്ററപ്റ്റ് ചെയ്തത് എപ്പോഴാണ്? വെൻ ദ ടീച്ചർ കെയിം, ടീച്ചർ വന്നപ്പോൾ അവരെന്താണ്? കളിക്കുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് എക്സാമ്പിളിലും കോമൺ ആയിട്ട് വന്നിരിക്കുന്ന വേർഡ് ഏതാണ്? വെൻ. വെൻ നമ്മൾ ഒരു കൺജങ്ഷൻ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് രണ്ട് ക്ലോസസ് അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകൾ തമ്മിൽ ജോയിൻ ചെയ്യാനായിട്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇവിടെ ആ കൺജങ്ഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അപ്പോൾ, ടീച്ചർ വന്നപ്പോൾ, ഫോൺ ബെല്ലടിച്ചപ്പോൾ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ മോഡലിൽ ഒരുപാട് സെൻറ്റൻസുകൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റും. ഇത് സെയിം സെൻറ്റൻസിൽ തന്നെ രണ്ട് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലേ? ഒന്ന് പാസ്റ്റ് കണ്ടിന്യൂസും രണ്ടാമത്തത് പാസ്റ്റ് ടെൻസും. അപ്പോൾ വെൻ യൂസ് ചെയ്ത് വന്നിരിക്കുന്ന ആ ഒരു ക്ലോസ് നമ്മൾ ഏത് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്? പാസ്റ്റ് ടെൻസ്. ഫോൺ റാങ്, റാങ് എന്ന് പറഞ്ഞാൽ റിങ്ങിൻ്റെ പാസ്റ്റ് ഫോമാണ്. നെക്സ്റ്റ് വൺ, വെൻ ദ ടീച്ചർ കെയിം ദേ വർ പ്ലേയിങ്. ഇവിടെയും രണ്ട് ടെൻസാണ് സെയിം സെൻറ്റൻസിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, വെൻ ദ ടീച്ചർ കെയിം. ആ കെയിം എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. ദേ വർ പ്ലേയിങ്, അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, ടു എക്സ്പ്രസ് ടു ആക്ഷൻസ് വിച്ച് ഹാപ്പൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ രണ്ട് ആക്ഷൻസ് ഒരേ സമയം നടക്കുകയാണെങ്കിൽ ആ ആക്ഷൻസ് രണ്ടും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. ഫോർ എക്സാമ്പിൾ, വൈൽ ദേ വർ പ്ലേയിങ് ഷീ വാസ് സ്റ്റഡിയിങ്. അവർ കളിക്കുമ്പോൾ അവൾ പഠിക്കുകയായിരുന്നു.
അപ്പോൾ ഇവിടെ രണ്ട് ആക്ഷൻസും ഒരേ സമയമാണ് നടക്കുന്നത്. അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ്, അവൾ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ രണ്ട് ആക്ഷൻസും നമുക്ക് എന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൺജങ്ഷൻ നോക്കി, ആ ഒരു ജോയിനിങ് വേർഡ് ഏതാണ്, വൈൽ, WHILE, അതായത് ആ സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ എന്നാണ്. വൺ മോർ എക്സാമ്പിൾ, വൈൽ ഐ വാസ് വാഷിംഗ് ക്ലോത്ത്സ് മദർ വാസ് വാഷിംഗ് ഡിഷസ്. അപ്പോൾ ഇവിടെ ഞാൻ തുണി കഴുകുന്ന സമയത്ത് അമ്മ പാത്രം കഴുകുകയായിരുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ആക്ഷൻസും ഒരേ സമയം, പാസ്റ്റിൽ ഒരേ സമയം നടക്കുന്നതാണ് അല്ലേ, വാഷിംഗ് ക്ലോത്ത്സ് ആൻഡ് വാഷിംഗ് ഡിഷസ്. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം രണ്ട് പേര് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിൻറ്റ്, ടു എക്സ്പ്രസ് എ പെർസിസ്റ്റൻറ്റ് ഹാബിറ്റ്സ് ഇൻ ദ പാസ്റ്റ്. അതായത് പാസ്റ്റിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിരുന്ന ഒരു ഹാബിറ്റിനെയും നമുക്കെന്താണ്, പാസ്റ്റ് കണ്ടിന്യൂസിൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിൽ നമ്മൾ ഓൾവേസ് എന്നുള്ളൊരു വേർഡ് ചേർക്കാറുണ്ട്. എന്ന് വെച്ചാൽ എപ്പോഴും. ഫോർ എക്സാമ്പിൾ, ഷി വാസ് ഓൾവേസ് കംപ്ലൈനിങ് അബൌട്ട് അതേഴ്സ്. അവൾ എപ്പോഴും മറ്റുള്ളവരെക്കുറിച്ച് പരാതി പറയുമായിരുന്നു. അപ്പോൾ അവളുടെ ഒരു ഹാബിറ്റാണ്, അങ്ങനെ എപ്പോഴും ഒരു പരാതിക്കാരിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അനോയിങ് ആയിട്ടുള്ളൊരു ഹാബിറ്റ് പറയാനും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യും. വൺ മോർ എക്സാമ്പിൾ, ഹി വാസ് ഓൾവേസ് ലീവിങ് ദ ടാപ്പ് റണ്ണിങ്. അതായത് അവൻ പൈപ്പ് അടയ്ക്കാറേ ഇല്ല, എപ്പോഴും അവൻ പൈപ്പ് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്ത് ഇട്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന ഒരു ഹാബിറ്റാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഹാബിറ്റ് പറയാൻ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഓക്സിലറീസ് ഏതൊക്കെയാണ്, വാസ് ഓർ വെയർ. നമുക്കറിയാം സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസും സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെയർ എന്ന ഓക്സിലറിയുമാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ ഇത് കണ്ടിന്യൂസ് ടെൻസ് ആയതുകൊണ്ട് വേർബിൻ്റെ കൂടെ ING ഫോം ആഡ് ചെയ്യണം. ഇനി നമുക്ക് എവിടെയൊക്കെയാണ് വാസും വെയറും യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ വാസ് പ്ലേയിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഹി വാസ് പ്ലേയിങ് ഫുട്ബോൾ. അവൻ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഷീ വാസ് പ്ലേയിങ് ബാഡ്മിൻ്റൺ. അവൾ ബാഡ്മിൻ്റൺ കളിക്കുകയായിരുന്നു. ഇറ്റ് വാസ് പ്ലേയിങ്. അത് കളിക്കുകയായിരുന്നു. ഇവിടെ അതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേഴ്സണെ അല്ല, അതെന്തെങ്കിലും ഒരു ആനിമൽസ് ആയിരിക്കാം. മേ ബി ക്യാറ്റ്, ഡോഗ്, പാരറ്റ്, റാബിറ്റ്, അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസിലെല്ലാം സബ്ജക്റ്റ് സിംഗുലർ ആണ്, ഐ, ഹി, ഷീ, ഇറ്റ്. അതുകൊണ്ടാണ് നമ്മൾ വാസ് എന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്തത്. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് വാസ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഐ എന്ന സബ്ജക്റ്റ് സാധാരണ പ്ലൂറലായിട്ടാണ് എടുക്കുന്നത്. എന്നാൽ പാസ്റ്റ് ടെൻസിൻ്റെ കേസിൽ മാത്രം ഐ നമ്മൾ സിംഗുലറായിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. നെക്സ്റ്റ് എക്സാമ്പിൾ, യു വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ് ബാഡ്മിൻ്റൺ. അവർ ബാഡ്മിൻ്റൺ കളിക്കുകയായിരുന്നു. വി വെയർ പ്ലേയിങ് ഫുട്ബോൾ. ഞങ്ങൾ ഫുട്ബോൾ കളിക്കുകയായിരുന്നു. ഇരിക്കുന്ന സെൻറ്റൻസുകളെല്ലാം സബ്ജക്റ്റ് പ്ലൂറലാണ്, അതുകൊണ്ടാണ് വെയർ എന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്തത്. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസിലേക്ക് ചേഞ്ച് ചെയ്യാമെന്നുള്ള സ്ട്രക്ചർ ഒന്ന് നോക്കാം. ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നു എന്നെങ്ങനെ പറയാം, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ, സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇനി നമുക്ക് അവൾ നോവൽ എഴുതുകയായിരുന്നു എന്നെങ്ങനെ പറയാം, ഷീ വാസ് റൈറ്റിംഗ് എ നോവൽ. നെക്സ്റ്റ് വൺ, ചെയ്യുകയായിരുന്നില്ല. ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നില്ല എന്ന് പറയാൻ, അപ്പോൾ ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നോട്ട് എന്നുള്ളൊരു വേർഡ് ആഡ് ചെയ്യണം. എവിടെയാണ് നോട്ട് ആഡ് ചെയ്യേണ്ടത്, ഓക്സിലറി വേർബിൻ്റെ കൂടെ. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഇവിടുത്തെ ഓക്സിലറീസ് ഏതൊക്കെയാണ്, വാസ് ഓർ വെയർ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് നോട്ട് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. അവൾ നോവൽ എഴുതുകയായിരുന്നില്ല, അപ്പോൾ അതൊരു നെഗറ്റീവാണ്. എങ്ങനെ പറയാം, ഷീ വാസ് നോട്ട് റൈറ്റിംഗ് ദ നോവൽ. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് എങ്ങനെ ഒരു എസ് ഓർ നോ ക്വസ്റ്റ്യനിലേക്ക് ചേഞ്ച് ചെയ്യാം. അതായത് ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നോ എന്ന് ചോദിക്കാൻ അതിൻ്റെ സ്ട്രക്ചർ വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING ഫോം ഓഫ് ദ വേർബ്. ഇതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് ഓക്സിലറി വേർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് അതിൽ ഏതാണ് ഓക്സിലറീസ്, വാസ് ഓർ വെയർ.
അവൾ നോവൽ എഴുതുകയായിരുന്നോ? എങ്ങനെ പറയാം? വാസ് ഷീ റൈറ്റിംഗ് ദ നോവൽ. ഇനി ഏതെങ്കിലും ഒരു ആക്ഷൻ ചെയ്യുകയായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം? അപ്പോൾ ഇതൊരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ എങ്ങനെ പറയാം? വാസ് ഓർ വെയർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് നോട്ട് പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഫോർ എക്സാമ്പിൾ, അവൾ നോവൽ എഴുതുകയായിരുന്നില്ലേ എന്നെങ്ങനെ ചോദിക്കാം? വാസ് ഷീ നോട്ട് റൈറ്റിംഗ് ദ നോവൽ. ഇനി നമുക്ക് സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോഴുള്ള ചേഞ്ചസ് ഒന്ന് നോക്കാം. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ വാസിന് പകരം ഏത് ഓക്സിലറിയാണ് യൂസ് ചെയ്യേണ്ടത്? വെയർ. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ദേ വെയർ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ല. ദേ വെയർ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നോ? വെയർ ദേ പ്ലേയിങ് ക്രിക്കറ്റ്. അവർ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നില്ലേ? വെയർ ദേ നോട്ട് പ്ലേയിങ് ക്രിക്കറ്റ്. കുറച്ച് സെൻറ്റൻസ് കൂടി പ്രാക്ടീസ് ചെയ്യാം. അവർ സ്റ്റോറി ബുക്സ് വായിക്കുകയായിരുന്നു. ദേ വെയർ റീഡിങ് സ്റ്റോറി ബുക്സ്. ഇവിടെ അവർ എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് വെയർ എന്നുള്ള ഓക്സിലറി യൂസ് ചെയ്തത്. അനു സ്റ്റോറി ബുക്സ് വായിക്കുകയല്ലായിരുന്നു. അനു വാസ് നോട്ട് റീഡിങ് സ്റ്റോറി ബുക്സ്. അനു സ്റ്റോറി ബുക്സ് വായിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻ നമ്മൾ ഓക്സിലറി വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? വാസ് അനു റീഡിങ് സ്റ്റോറി ബുക്സ്. അപ്പോൾ വാസ് എന്നുള്ള ഓക്സിലറി കഴിഞ്ഞിട്ട് നമ്മൾ സബ്ജക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? അനു. സബ്ജക്റ്റിന് ശേഷം ing ഫോം ഓഫ് ദ വെർബ്. നെക്സ്റ്റ് വൺ, അവർ സ്റ്റോറി ബുക്സ് വായിക്കുകയല്ലായിരുന്നോ? ഇതും ഒരു ക്വസ്റ്റ്യൻ സെൻറ്റൻസ് ആണ്, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പോൾ എങ്ങനെ വരും? ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് അവർ എന്നാണ്. അപ്പോൾ അവർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുണ്ട്, പ്ലൂറലാണ്. സോ എങ്ങനെ വരും? വെയർ ദേ നോട്ട് റീഡിങ് സ്റ്റോറി ബുക്സ്. ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ദെൻ നമ്മൾ സബ്ജക്റ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടുത്തെ സബ്ജക്റ്റ് ദേ. അത് കഴിഞ്ഞിട്ട് വേണം നോട്ട് എന്നുള്ള വേർഡ് ആഡ് ചെയ്യാൻ. ദെൻ ആഫ്റ്റർ ദാറ്റ് ing ഫോം ഓഫ് ദ വെർബ്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് വർക്കൗട്ട് ചെയ്യാം. അവർ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. ഇവിടെ 2 ആക്ഷൻസ് നടക്കുന്നുണ്ട്. അവർ വിളിച്ചപ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ വിളിച്ചപ്പോൾ, അപ്പോൾ എന്നുള്ള വേർഡിന് പകരം നമ്മൾ എന്താണ്, ഏതൊരു കൺജങ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്? വെൻ. സോ എങ്ങനെ പറയാം? ഷീ വാസ് സ്ലീപ്പിംഗ് വെൻ ദേ കോൾഡ്. അപ്പോൾ ഇവിടെ ഒരു ആക്ഷൻ പാസ്റ്റിലും അടുത്ത ആക്ഷൻ പാസ്റ്റ് കണ്ടിന്യൂസിലുമാണ് പറഞ്ഞിരിക്കുന്നത്. ദേ കോൾഡ്. കോൾഡ് എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ആണ്. ദെൻ ഷീ വാസ് സ്ലീപ്പിംഗ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് വൺ, ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ ഇവിടെ 2 ആക്ഷനും സെയിം ടൈമിലാണ് നടക്കുന്നത് അല്ലേ? ഞങ്ങൾ TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൾ ഉറങ്ങുകയായിരുന്നു. അപ്പോൾ 2 ആക്ഷനും ഒരേ സമയമാണ് നടക്കുന്നത്. ഏതൊക്കെയാണ് ആക്ഷൻസ്? TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അതുപോലെ അവൾ ഉറങ്ങുകയായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ 2 ആക്ഷൻസും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിലാണ് പറയേണ്ടത്. സോ എങ്ങനെ പറയാം? ഷീ വാസ് സ്ലീപ്പിംഗ് വൈൽ വി വെർ വാച്ചിങ് ടെലിവിഷൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത ഒരു കൺജങ്ഷനാണ് വൈൽ. വൈൽ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഓർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. വൺ മോർ എക്സാമ്പിൾ, ടീച്ചർ പഠിപ്പിക്കുമ്പോൾ അവർ സംസാരിക്കുകയായിരുന്നു. ഇവിടെയും 2 ആക്ഷൻസ് സെയിം ടൈമിലാണ് നടക്കുന്നത്. വൈൽ ദ ടീച്ചർ വാസ് ടീച്ചിങ് ദേ വെയർ ടോക്കിംഗ്. ഇവിടെ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്. അതുപോലെ ദേ എന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആയതുകൊണ്ടാണ് വെയർ എന്ന ഓക്സിലറി യൂസ് ചെയ്തത്. ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങളും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഈ ഒരു ടോപ്പിക് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.